മോദിക്കെതിരായ ചട്ടലംഘന പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കാണാനില്ല. സൈന്യത്തിന്റെ പേരിൽ മോദി വോട്ട് തേടിയതിനെതിരെയുള്ള പരാതികളാണ് കാണാനില്ലാത്തത്. മോദിക്കെതിരെ CPM ഇതുവരെ നൽകിയത് 4 പരാതികൾ. പരാതികൾ കാണാനില്ലാത്തത് ഗുരുതരമെന്നും തെറ്റിദ്ധരുത്താൻ കമ്മീഷൻ ഉടൻ തയ്യാറാവണമെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശം മറികടന്ന് നിരവധി തവണയാണ് നരേന്ദ്രമോദി സൈനികരുടെ പേരിൽ വോട്ട് തേടിയത്. മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ കന്നി വോട്ടർമാരോട് പുൽവാമയിൽ വീരമൃത്യു വരിച്ചവർക്കും ബലാക്കോട്ടിൽ തിരിച്ചടി നൽകിയവർക്കും വോട്ട് ചെയ്യണം എന്നായിരുന്നു മോദിയുടെ പ്രസംഗം. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതികൾ ലഭിച്ചിട്ടും സൈനികരെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കുന്നത് മോദി തുടർന്നു. ഗുജറാത്തിലും രാജസ്ഥാനിലും നരേന്ദ്രമോദി ഇതാവർത്തിച്ചു. മോദിക്ക് പുറമെ BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷായും സൈനികരെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കുകയാണ്. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുള്ളത് നിരവധി പരാതികൾ. എന്നാൽ കമ്മീഷന്റെ വെബ്സൈറ്റിൽ മോദിക്കെതിരായ പരാതികൾ കാണാനില്ല. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനങ്ങളിൽ 3 പരാതികൾ മാത്രമാണ് സൈറ്റിലുള്ളത്. ഇതിലും മോദിക്കെതിരായ പരാതി കാണാനില്ല. മോദിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPIM ഇതുവരെ നൽകിയത് 4 പരാതികളാണ്. പരാതികൾ കാണാനില്ലാത്തത് ഗുരുതരവും ആശങ്കാജനകമെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ ആപത്തെന്നും എത്രയും പെട്ടെന്ന് തെറ്റിദ്ധരുത്താൻ കമ്മീഷൻ തയ്യാറാകണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതോടെ BJPയെ സഹായിക്കുന്ന തരത്തിൽ കമ്മീഷൻ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം കൂടുതൽ ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ചീഫ് ജസ്റ്റിസിനെ ലൈംഗികാരോപണത്തിൽ കുടുക്കാൻ ശ്രമം നടന്നു എന്ന ആരോപണം അന്വേഷിക്കുമെന്ന് സുപ്രീം കോടതി. അന്വേഷണം നടത്താതെ കണ്ണടച്ചാൽ രാജ്യത്തിന് സുപ്രീം കോടതിയിലുള്ള വിശ്വാസം നഷ്ടമാകുമെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു. ആരോപണവുമായി ബന്ധപ്പെട്ട് CBI, പോലീസ്, IB ഉദ്യോഗസ്ഥരുമായി ജഡ്ജിമാർ ചർച്ച നടത്തി. അതേസമയം ചീഫ് ജസ്റ്റിസിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച യുവതി വെള്ളിയാഴ്ച ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുന്നിൽ ഹാജരാകണം. ചീഫ് ജസ്റ്റിസിനെ ലൈംഗികാരോപണത്തിൽ കുടുക്കാൻ ശ്രമം നടന്നുവെന്ന ആരോപണത്തിൽ അന്വേഷണം നടന്നില്ലെങ്കിൽ ജഡ്ജിമാർക്ക് മാത്രമല്ല സുപ്രീം കോടതിക്ക് പോലും അതിജീവിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് ആരോപണം അന്വേഷിക്കാനുള്ള സുപ്രീം കോടതി തീരുമാനം. സുപ്രീം കോടതിയിലെ കേസുകളിൽ അനുകൂല വിധി ലഭ്യമാക്കാൻ ശ്രമിക്കുന്നവർ ഉണ്ടെന്നാണ് സത്യവാങ്മൂലത്തിലെ ആരോപണം. ഇത്രയും ഗൌരവമേറിയ വിഷയം പരിഗണിക്കാതിരിക്കാനാകില്ല. അതിനാൽ വിഷയം വേരോടെ പരിശോധിക്കണം. കേസ് പരിഗണിച്ച ബെഞ്ചിലെ അധ്യക്ഷനായ ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു. ചില ശക്തികൾക്കെതിരെ നടപടിയെടുക്കാൻ ഇതേവരെ ഒരു ചീഫ് ജസ്റ്റിസിനും സാധിച്ചില്ല. എന്നാൽ നിയമ സംവിധാനത്തെ ശുദ്ധീകരിക്കാനാണ് നിലവിലെ ചീഫ് ജസ്റ്റിസിന്റെ ശ്രമമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CBI ജോയിന്റ് ഡയറക്ടർ, ദില്ലി പോലീസ് കമ്മീഷണർ, IB ഉദ്യോഗസ്ഥൻ എന്നിവരെ ചേംബറിലേക്ക് വിളിച്ചുവരുത്തി ജഡ്ജിമാർ ചർച്ച നടത്തി. ആഭ്യന്തര സമിതി വിഷയമന്വേഷിക്കാൻ പര്യാപ്തമല്ലാത്തതിനാലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള ആലോചന. ലൈംഗികാരോപണ അന്വേഷണവും ഈ കേസ് അന്വേഷണവും തമ്മിൽ ബന്ധമുണ്ടാകില്ലെന്നും കോടതി വിശദീകരിച്ചു. അതേസമയം ചീഫ് ജസ്റ്റിസിനെ കുടുക്കാൻ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ശ്രമം നടത്തിയെന്നാരോപിച്ച അഭിഭാഷകൻ ഉത്സവ് സിംഗ് ബയൻസിന് നാളെ അധിക സത്യവാങ്മൂലം നൽകാൻ കോടതി അനുമതി നൽകി. ചീഫ് ജസ്റ്റിസിനെ കുടുക്കാൻ ശ്രമം നടത്തിയതിൽ 3 സുപ്രീം കോടതി ജീവനക്കാരും ഉണ്ടെന്ന് ബയൻസ് കോടതിയെ അറിയിച്ചിരുന്നു. കേസ് കോടതി നാളെ വീണ്ടും പരിഗണിക്കും. ഇതിനിടെ ചീഫ് ജസ്റ്റിസിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച യുവതിയോട് വെള്ളിയാഴ്ച ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുന്നിൽ ഹാജരാകാൻ സമിതി നിർദ്ദേശം നൽകി. ശരത് കെ ശശി, കൈരളി ന്യൂസ്, ദില്ലി. രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിനും അതിന്റെ സംരക്ഷണത്തിനും നീതിന്യായ സംവിധാനങ്ങൾക്കും ഭരണകൂടത്തിനും ഉത്തരവാദിത്വമുള്ള പോലെ പൊതുസമൂഹത്തിനുമുണ്ടെന്ന് മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് ചലമേശ്വർ പറഞ്ഞു. കുവൈറ്റിൽ പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്ന ടോക്ക് ഷോയിൽ സംസാരിക്കാൻ എത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും നീതിന്യായ സംവിധാനങ്ങൾക്കും ഭരണകൂടത്തിനും ഉത്തരവാദിത്തമുള്ള പോലെ തന്നെ പൊതുസമൂഹത്തിനുമുണ്ടെന്ന് മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് ചലമേശ്വർ പറഞ്ഞു. കുവൈറ്റിൽ പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്ന ടോക്ക് ഷോയിൽ സംസാരിക്കാൻ എത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത്. പൗരന്റെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ കടമകളെക്കുറിച്ചും ബോധവാന്മാരായിരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ന്യായാധിപർ ഉൾപ്പെടെയുള്ളവർ സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിലുണ്ടാകുന്ന അപജയങ്ങളുടെ പകർപ്പ് ജുഡീഷ്യറിയിലും കണ്ടേക്കാം. അത് സ്വാഭാവികമായും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ നിയമ സംവിധാനത്തിന്റെ കാവൽക്കാർ എന്ന നിലക്ക് ഇക്കാര്യത്തിൽ ഏറെ ജാഗ്രത ആവശ്യമാണെന്നും അദ്ദേഹം ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ഫഹഹിൽ കറി ലീഫ് റെസ്റ്റോറന്റിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ PPF പ്രസിഡന്റ് സന്തോഷ് കുമാർ, ജനറൽ സെക്രട്ടറി അനിൽകുമാർ എന്നിവരും സംബന്ധിച്ചു. ഏപ്രിൽ 26 വെള്ളിയാഴ്ച മംഗഫ് അൽ നജാദ് സ്കൂളിൽ വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന ടോക്ക് ഷോയിൽ
ജസ്റ്റിസ് ചലമേശ്വർ കുവൈത്ത് പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ബ്യൂറോ, കുവൈത്ത്. കല്ലട ബസ്സിലെ ദുരനുഭവം പങ്കുവച്ച അധ്യാപികയായ മായയ്ക്കെതിരെ ബസ് ജീവനക്കാരന്റെ ഭീഷണി. ഫേസ്ബുക്കിലൂടെയാണ് നിരഞ്ജൻ രാജു എന്ന ജീവനക്കാരൻ ഭീഷണി മുഴക്കിയത്. ഇതിനെതിരെ സൈബർ പോലീസിൽ മായ പരാതി നൽകി. നേരത്തെ മായയുടെയും മകളുടെയും ദുരിതയാത്രാ വിവരണം വൈറലായിരുന്നു. കല്ലട ബസ്സിൽ യാത്രക്കാരനെ മർദ്ദിച്ച സംഭവമുണ്ടായ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപികയായ മായ മാധവൻ തനിക്കും മകൾക്കും കല്ലട ട്രാവൽസിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവം പങ്കുവയ്ക്കുന്നത്. 2017 തമിഴ്നാട്ടിലെ വില്ലുപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഉടൻ വൈറലാവുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് കല്ലട ബസ്സിലെ ജീവനക്കാരൻ മായയുടെയും മകൾ ഉജ്ജ്വലയുടെയും ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്ത് ഇവരെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്ത് പോസ്റ്റിട്ടത്. നിരഞ്ജൻ രാജു എന്ന ജീവനക്കാരനാണ് ഭീഷണി മുഴക്കിയതെന്ന് മായ പറയുന്നു. ഇന്നലെയാണ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഫേസ്ബുക്കിൽ ഓപ്പണായിട്ട് എനിക്കൊരു ഭീഷണി പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്നുള്ളത്. മെനഞ്ഞാന്ന് ഞാൻ 1-2 മാധ്യമങ്ങളിൽ ഇത് പങ്കുവച്ചിരുന്നു, എന്റെ അനുഭവം പങ്കുവച്ചിരുന്നു. അതിനെ തുടർന്ന് വന്ന പോസ്റ്റാണത്. അതായത് ഇട്ടിരിക്കുന്നതാണ് എൻ്റെ മകളുടെയും ചിത്രം ഉപയോഗിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് ഇതാണ്: ഇവളെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കാൻ കല്ലടയിൽ ആരുമില്ലേടാ എന്നാണ് ചോദിക്കുന്നത്. ചലഞ്ചാണ്. അതുകൊണ്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക്, DGPക്ക്, സൈബർ സെല്ലിനും വനിതാ കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട്. അർദ്ധരാത്രി 12 മണി മുതൽ പുലർച്ചെ 5 മണിവരെയായിരുന്നു മായയ്ക്കും മകൾക്കും ഉൾപ്പെടെ റോഡിൽ അന്ന് കഴിയേണ്ടി വന്നത്. കല്ലടയുടെ ഓഫീസ് അവിടെ ഉണ്ടായിരിക്കെയാണ് യാത്രക്കാർക്ക് റോഡിൽ നിൽക്കേണ്ട അവസ്ഥ വന്നത്. ഒപ്പം പുലർച്ചെ 5:30 ബസ് വന്നെങ്കിലും തുടർന്ന് ഭക്ഷണം കഴിക്കാൻ നിർത്തിയത് അന്ന് ഒരു ദിവസം മാത്രമായിരുന്നു. അതും വളരെയധികം ചീത്തവിളി കേട്ടതിന് ശേഷവും. ഇത്തരം സംഭവങ്ങൾ ഇപ്പോഴും കല്ലടയിൽ യാത്ര ചെയ്യുന്നവർ അനുഭവിക്കുന്നുണ്ടെന്നും മായ ടീച്ചർ പറയുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കല്ലട ബസ്സിൽ ജീവനക്കാർ യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ ബസ് ഉടമ കല്ലട സുരേഷ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ ഹാജരായില്ല. സുരേഷിനോട് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ ഹാജരാകാത്ത സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം കേസിൽ അറസ്റ്റിലായ 7 പേരും റിമാൻഡിലാണ്. തിരുവനന്തപുരത്തു നിന്നും ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട കല്ലട ബസ്സിൽ വെച്ചാണ് ജീവനക്കാർ യാത്രക്കാരെ ക്രൂരമായി മർദ്ദിച്ചത്. ജീവനക്കാരുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ഇതിനകം 7 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനിടെയാണ് ബസ് ഉടമ കല്ലട സുരേഷിനോട് ഹാജരാകാൻ നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് അയച്ചത്. എന്നാൽ പോലീസ് കാത്തുനിന്നെങ്കിലും സുരേഷ് ഹാജരായില്ല. ഈ സാഹചര്യത്തിൽ സുരേഷിന് വീണ്ടും നോട്ടീസ് അയക്കുകയോ കേസെടുക്കുകയോ പോലീസിന് ചെയ്യാം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷം പോലീസ് കർശന നടപടി സ്വീകരിക്കുമെന്നാണ് വിവരം. അതേസമയം കേസന്വേഷണ ചുമതല തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറിയിരുന്നു. മർദ്ദിച്ചവരുടെ സംഘത്തിൽ 7 പേർ മാത്രമല്ലെന്നും 15ഓളം പേരുണ്ടായിരുന്നുവെന്നും മർദ്ദനമേറ്റവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിനാൽ അവരെ കണ്ടെത്താനും പോലീസ് ശ്രമിച്ചു വരികയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.